പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളാണ് ടൊവിനോ തോമസും പേളിമാണിയും. സ്വപ്രയത്നം കൊണ്ട് ഉയർന്നുവന്നാണ് ഇന്ന് കാണുന്നതെല്ലാം ഇരുവരും സമ്പാദിച്ചത്. പേരും പ്രശസ്തിയുമായി കഴിയുമ്പോൾ തങ്ങളിലേക്ക് മാത്രം ചുരുങ്ങി സ്വാർത്ഥത കാണിക്കുന്ന സെലിബ്രിറ്റികളുള്ള കാലത്ത് ടൊവിനോയും പേളിയും തങ്ങളുടെ കൂട്ടുകുടുംബത്തെ ചേർത്തുപിടിച്ച് മുന്നോട്ടു പോകുന്നവരാണ്. തങ്ങളുടെ സമ്പാദ്യവും സന്തോഷവും സഹോദരങ്ങൾക്കും ഗുണപ്രദമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഇപ്പോഴിതാ ടൊവിനോയെയും പേളിയെയും കുറിച്ച് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് വൈറലാകുന്നത്. ആ കുറിപ്പിങ്ങനെയാണ്: സോഷ്യൽ മീഡിയയിൽ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത രണ്ട് സെലിബ്രിറ്റികളുണ്ട്. ഒന്ന് ടൊവിനോ, മറ്റൊരാൾ പേളിമാണി. അങ്ങനെ വരാൻ കാരണം അവരുടെ ജീവിതത്തിലെ ചില പ്രവൃത്തികളാണ്. വിശദമായി പറഞ്ഞാൽ, ടൊവിനോ സ്വന്തം കുടുംബത്തിന് നൽകുന്ന വാല്യുവാണ്. സ്വന്തം മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കൂടെ ഒന്നിച്ചു ജീവിക്കാനുള്ള ആ തീരുമാനം ഇന്നത്തെ കാലത്ത് കാണാൻ സാധിക്കാത്തതാണ്. ഈയിടെ ഒരു ഇന്റർവ്യൂവിൽ ടൊവിനോ പറയുന്നുണ്ടായിരുന്നു ചെറുപ്പത്തിലെ അച്ഛൻ പഠിപ്പിച്ച ചില ചിട്ടകളെക്കുറിച്ച്. ഇന്നും അതൊക്കെ തുടരുന്നതിനെക്കുറിച്ചും. ഒരു മിഠായി കിട്ടിയാലും എല്ലാവർക്കും അത് ഷെയർ ചെയ്തു കൊടുക്കണമെന്നത് ഇന്നും പാലിച്ച് എല്ലാവരും ഒരു കുടുംബമായി ഒന്നിച്ചു ജീവിക്കുന്നു. ശരിക്കും അത് നല്ലൊരു മാതൃക തന്നെയാണ്. കാശുണ്ട്, സ്വന്തം ജീവിതം നോക്കി അദ്ദേഹത്തിന് പോകാം. പക്ഷെ കുടുംബം വിട്ടുപോകാൻ തോന്നാത്ത ആ മനസ്സ് അഭിനന്ദനം അർഹിക്കുന്നു. സ്വത്തിനും പണത്തിനും വേണ്ടി അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് കാശുണ്ടാവുമ്പോൾ സ്വന്തവും ബന്ധമൊന്നും ഇല്ലാതാകുന്ന ഈ കാലത്ത് നല്ലൊരു മാതൃക തന്നെയാണത്. കാശും സ്വത്തും ഒന്നുമല്ല, കാര്യം ബന്ധങ്ങളാണ് വലുത്. ജീവിക്കാൻ പൈസ വേണം. പക്ഷെ പൈസ കണ്ടു കഴിയുമ്പോൾ അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, സഹോദരങ്ങളും വേണ്ട എന്ന ചിന്ത ഒരു വലിയ തെറ്റാണ്. ഈ കുഞ്ഞു ജീവിതത്തിൽ നമ്മുടെ എല്ലാവരും നമുക്കൊപ്പമുണ്ടാവണം, ആത്മാർത്ഥമായി. ഇന്നുവരെ സ്വന്തം കുടുംബക്കാരെ പുറത്തുപോലും കാണിക്കാൻ ആഗ്രഹമില്ലാതെ സ്വന്തം ഭാര്യ വീട്ടുകാർക്കൊപ്പം മാത്രം കാണാറുള്ള ചില സെലിബ്രിറ്റികൾ നമുക്ക് ഇടയിലുള്ളപ്പോഴാണ് ഇത് എന്നും അറിയാം. കാശോ സൗന്ദര്യമോ ഒന്നുമില്ലെങ്കിലും നമുക്ക് ജന്മം നൽകിയവർ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. ഇനി പേളിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, പേളി വിവാഹം കഴിച്ചത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ശ്രീനിഷ് എന്ന ആളെയാണല്ലോ. തികച്ചും ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആ കുടുംബത്തോട് പേളി എന്ന മരുമകൾ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇതുവരെ കാണിക്കുന്ന സ്നേഹവും കരുതലും പറയേണ്ടത് തന്നെയാണ്. അവരുടെ വീടുകളിലെല്ലാം പോയി അതൊക്കെ വ്ലോഗാക്കി തന്നെ പേളി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. ഒരു മടിയുമില്ലാതെ ആ ജീവിതത്തിൽ തൃപ്തയായി എത്രയോ ദിവസങ്ങൾ അവിടെ താമസിക്കുന്നതും കണ്ടിട്ടുണ്ട്. പലരും തങ്ങളെക്കാൾ അല്പം ഉയർന്ന ബന്ധുക്കളെ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ താൽപര്യം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അല്പം താഴെയുള്ള ആരെയും ബന്ധുക്കളെന്ന് പറയാൻ പോലും പലരും മടിക്കും. ഒരുപാട് പേരുടെ കാര്യത്തിൽ അത് കണ്ടിട്ടുമുണ്ട്. അടുത്ത ബന്ധുവിന് കാശില്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി വളരെ ഡിസ്റ്റൻസ് റിലേഷനിലുള്ള ബന്ധുക്കളെ പലർക്കും പരിചയപ്പെടുത്തുന്നവരെയും അറിയാം. അപ്പോഴാണ് പേളി അവരോടൊക്കെ വളരെ സ്നേഹത്തിലും ബഹുമാനത്തിലും അവരെയൊക്കെ ഈ ലോകം മുഴുവൻ പരിചയപ്പെടുത്തി കണ്ടിട്ടുള്ളത്. ഇപ്പോഴും വെക്കേഷനിൽ കുട്ടികളെയും കൊണ്ട് അവരുടെ അച്ഛന്റെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലുമൊക്കെ കൊണ്ടുപോകുന്നു. വളരുമ്പോഴും എല്ലാവരെയും അറിയാം. പക്ഷെ ഇന്ന് പല കുടുംബത്തിലും കുട്ടികൾക്ക് മിക്കവാറും ആരെയും അറിയാറില്ല. പറഞ്ഞ രണ്ടുപേരുടെ കാര്യങ്ങളും കുടുംബബന്ധങ്ങളിലെ സ്നേഹവും വിശ്വാസവും കെട്ടുറപ്പും നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങളായി എനിക്ക് തോന്നി. അതാണ് എഴുതിയത്. ഇങ്ങനെ മാതൃകയാക്കാൻ പറ്റുന്നവരെ ഇൻഫ്ലുവൻസറെന്ന് തീർച്ചയായും വിളിക്കാം എന്നായിരുന്നു കുറിപ്പ്.